അക്ഷരശ്രീയുടെ ഈ ദശവാർഷിക സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യും. കാരണം വേദിയിലുള്ള വേറിട്ട ഒരു മുഖം എന്നുള്ള നിലക്ക് തീർച്ചയായും നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമാകുന്നത് എനിക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് വേദിയിലുള്ളത്. സദസ്സിലും അങ്ങനെ തന്നെ. ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞ് എൻ്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ സമയം മെനക്കെടുത്താതെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഏറെ പ്രിയപ്പെട്ട വ്യക്തികൾ അക്ഷരശ്രീയുടെ വേദിയിൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ആലപ്പുഴ വെച്ചാണ് നമ്മുടെ വിശ്വാസം ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഈ ആശയം അനിയമ്മ ടീച്ചറിന്റെ ആണോ എന്നെനിക്കറിയില്ല. ആണോ? എങ്കിൽ ഞാൻ ആദ്യം ഒരു പ്രത്യേക നമസ്കാരം അറിയുന്നു. എന്തെല്ലാം പേരുകൾ കൊടുക്കാം, പക്ഷേ ഏറ്റവും സാർത്ഥകമായ ഒരു നാമകരണമാണ്, സംജ്ഞയാണ് അത് എന്നുള്ളത് ഒരു സത്യം ആണ്. അക്ഷരം നശിക്കാത്ത ആ ഒരു സ്ത്രീത്വത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മഹത്വം അടയാളപ്പെടുത്തുന്ന, അക്ഷരവുമായി ബന്ധപ്പെട്ട് സ്ത്രീയെ അടയാളപ്പെടുത്തുന്ന ഈ സംജ്ഞ തീർച്ചയായും അർത്ഥവത്താണ്. അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അർത്ഥപൂർണം ആക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലുള്ള എല്ലാവരും എഴുത്തുകാരാണ്. പ്രിയപ്പെട്ട റോസ്മേരിയും പ്രിയങ്കരിയായ KP സുധീരയും അതുപോലെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മിയും. ഇനി ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയണം. ഞാനങ്ങോട്ട് ആ സാഹസത്തിന് ഒരുങ്ങുന്നില്ല. നമ്മുടെ രക്ഷാധികാരിയും അതുപോലെ പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച നല്ല വാക്കുകൾ പറഞ്ഞ പ്രിയങ്കരിയായ നമ്മുടെ രമണി അമ്മാളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വേദി. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ ഞാൻ പറയുന്നത് സ്ത്രീയെ വിദ്യാഭ്യാസം ചെയ്യിച്ച് അവൾക്ക് സംസ്കാരത്തിന്റെ ധാരയിൽ അണിഞ്ഞുചേരാനുള്ള അവസരങ്ങൾ പുരുഷ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ നിഷേധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സമൂഹം പുരോഗമിക്കുകയില്ല. തീർച്ചയായിട്ടും ഇല്ല. ഉറപ്പാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്ത്രീക്ക് എവിടെ പുരോഗതി ഉണ്ടാകുന്നോ, പുരോഗമനം സംഭവിക്കുന്നോ എങ്കിൽ മാത്രമേ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ, സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്ന് മഹാന്മാരായ ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്റെ എഴുത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് അവകാശമുണ്ടല്ലോ, എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്. എന്റെ ഉൾക്കടലിലെ ഏറ്റവും ശക്തമായ പ്രണയത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സ്ത്രീയാണ്. 3 നായികമാരുണ്ടല്ലോ. ഇതെല്ലാം പ്രണയമാണെന്ന് ചോദിച്ച് കളിയാക്കാൻ ശ്രമിച്ചിരുന്ന ആളുകളുണ്ട് അക്കാലത്ത്. പക്ഷേ അവിരാമമായി ഒഴുകുന്ന ഹൃദയധാരയാണ് പ്രണയം എന്നും അത് പുരുഷനെ എങ്ങനെ, സമൂഹത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നൊക്കെ ചിന്തിച്ചപ്പോൾ എന്റെ ക്യാമ്പസിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഉൾക്കടൽ എഴുതുന്നത്. ഇല്ലം എന്ന നോവലിലെത്തുമ്പോൾ ഇല്ലത്തിലെ കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്ന ആർദ്ര എന്ന പെൺകുട്ടി ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നഷ്ടമാകുന്ന നമ്മുടെ സമൂഹത്തിന്റെ ശക്തി വീണ്ടെടുക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു സ്ത്രീ മനസ്സിന്റെ ആവിഷ്കാരം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ശിവാനിയും അതുപോലെ എന്റെ കഥാപാത്രമെല്ലാം നിൽക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ എന്നോട് ആ കാലാവസ്ഥയിൽ ആളുകൾ ചോദിച്ചു, ഏറ്റവും അൺപോപ്പുലറായ ഒരു സ്ത്രീയെക്കുറിച്ച് സാർ എന്തിനാണ് ഒരു നോവൽ എഴുതുന്നത് എന്ന്. 1980 ശേഷമാണ് ആ നോവൽ എഴുതുന്നത്. അതിന്റെ പേര് പർവ്വതങ്ങളിലെ കാറ്റ് എന്നാണ്, ദ വിൻഡ് ഇൻ ദ മൗണ്ടൻസ്. ആ കാലത്ത് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. 2002-2004 ആ നോവൽ ഇറങ്ങുന്നത്. വൈ യു റൈറ്റ് അബൌട്ട് ദ മോസ്റ്റ് അൺപോപ്പുലർ വുമൻ ഇൻ ഇന്ത്യ. ഞാൻ ആ സ്ത്രീയെ കുറിച്ചല്ല എഴുതുന്നത്. ആ സ്ത്രീയെ കുറിച്ചല്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളെ കുറിച്ചല്ല ഞാൻ എഴുതുന്നത്. അധികാരിയായ ഇന്ദിരയെ കുറിച്ചല്ല ഞാൻ എഴുതുന്നത്. എന്റെ ഹിന്ദു എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് വരാൻ ശ്രമിച്ച ഒരു സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ്. ദിസ് വുമൺ വിൽ റൂയിൻ ദ കൺട്രി എന്ന് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ പുരുഷാധികാരം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഒരു സമയത്ത് എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മളാരും പറഞ്ഞിട്ടില്ല. മിസസ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെന്റിൽ കയറുമ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു നരച്ച പുരുഷൻ പറഞ്ഞു, ദിസ് വുമൺ വിൽ റൂയിൻ ദ കൺട്രി എന്ന് പറഞ്ഞു. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നി. ഏതെങ്കിലും ഒരു സ്ത്രീ നോക്കിയിട്ട് ദിസ് മാൻ വിൽ റൂയിൻ ദ കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. അപ്പം ഒരു ലിംഗഭേദം വെച്ചിട്ട് കാര്യങ്ങളെ അളക്കുന്ന വുമൺ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ആർക്കും അധികാരമൊന്നുമില്ല. ഒരു പുരുഷനും അധികാരമില്ല. ഞാൻ പഠിപ്പിച്ച ഒരു നല്ല മിടുക്കി വീണവാദി വായിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മോളെ ഇപ്പോൾ വായിക്കാറുണ്ടോ വീണയൊക്കെ? ഇല്ല സർ, എന്റെ വീണ അങ്ങ് വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പകരം എന്ത് കൊണ്ടുവന്നു? ഒരു നല്ല ഫ്രിഡ്ജും സൗകര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു. പറഞ്ഞാൽ സ്ത്രീ പാട്ട് പാടാൻ വയ്യ, അല്ലെങ്കിൽ സ്ത്രീ അഭിനയിക്കാൻ വയ്യ, സ്ത്രീ പൊതുരംഗത്ത് വരാൻ വയ്യ, മുൻപന്തിയിൽ നിൽക്കാൻ വയ്യ എന്ന് ചിന്തിക്കുന്ന പുരുഷാധിപത്യം അതിന്റെ ഭാഗമാകുന്ന നികൃഷ്ടമാണ് അത്തരം പുരുഷ ജന്മങ്ങൾ എന്നാണ് എന്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത്. അങ്ങനെ സ്ത്രീകളോട്
സംസാരിക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ പുരുഷന്മാർ ചെയ്തു പറയുന്നതെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ലിംഗഭേദമില്ലാതെ സംസാരിക്കുകയും ചെയ്യുക. ഇവിടെ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഒരു പുരുഷൻ മാത്രമേ ഞാനുള്ളൂ. പ്രിയപ്പെട്ട ഭാഗ്യവും ലക്ഷ്മി ചേർന്നിരിക്കുന്നതാണ്. ഐശ്വര്യം ഭാഗ്യത്തിൽ ചേർന്ന്. അപ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരിയാ, ആപ്പാട് ഒരു പുരുഷനേ ഉള്ളൂ. ഞാനിങ്ങനെ തമാശയായിട്ട് പറഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ എന്റെ നാട്ടിൽ ഇല്ലത്തിരുന്ന് സംസ്കൃതം പഠിച്ചു. കുട്ടിക്കാലത്ത് പഠിച്ചപ്പോ നല്ല നന്നായിട്ട് എനിക്ക് സംസ്കൃതം അറിയാം കേട്ടോ, എനിക്കറിയാം. പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നല്ല ഇല്ലത്തിന്റെ അകത്തളത്തിൽ നിന്ന് ചിലങ്കകളുടെ ശബ്ദം കേൾക്കും. അവിടെ എന്താണ് ഒളിഞ്ഞു നോക്കും. അപ്പൊ എന്റെ കൂട്ടുകാരികള്, എന്റെ കൂടെ പഠിക്കുന്ന താഴെ പഠിക്കുന്ന പെൺപിള്ളേരിൽ നിന്ന് മനോഹരമായി നൃത്തം ചെയ്യുകയാണ്. കുഴിയുടെ ആ ഒരു താളത്തിനൊത്ത് ഒഴുകുകയല്ല, പാടുന്ന പാട്ടിന്റെ താളത്തിനൊത്ത് സംഗീതം ആലപിക്കുകയല്ല. സംഗീതത്തിന് അത് ആവശ്യമായിരിക്കും. പക്ഷെ ജീവന സംഗീതത്തിൽ വ്യക്തമായ, സ്വതന്ത്രമായ, ശക്തമായ നിലപാട് അക്ഷരശ്രീയുടെ കൂട്ടരോടാ പറയുന്നത് കേട്ടോ. ആ എഴുത്തുകാരുടെ ചുമതല എന്ന് പറയുന്നത് ഇങ്ങനൊരു പുസ്തകം ഒരാൾ എഴുതി, ഓക്കെ, വലിയ പുസ്തകമായിരിക്കും, നല്ല പുസ്തകമായിരിക്കും. പക്ഷെ അതുപോലെയല്ല നമ്മൾ എഴുതുന്നത്. ഞാനും എന്റെ ഏറ്റവും ബഹുമാന്യതനായ നോവലിസ്റ്റ് സി വി രാമൻപിള്ളയാണ്. എന്റെ വിചാരിച്ചു സി വി രാമൻപിള്ള ഞാൻ നോവൽ എഴുതാൻ പറ്റുമോ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ എഴുതാൻ പറ്റുമോ? നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ എഴുത്ത് വഴികൾ, സ്വന്തമായ വഴികളിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എഴുത്തിന്റെ വഴി കണ്ടെത്തുക, സ്വതന്ത്രമായ എഴുത്ത് വഴികളിലൂടെ സഞ്ചരിക്കുക. വലിയ വലിയ സംഭാവനകൾ സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന്, ജീവിക്കുന്ന സമൂഹത്തിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യ സമൂഹത്തിന് നൽകുക എന്നുള്ളതാവണം അക്ഷരശ്രീയുടെ മഹാസന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സന്ദർഭത്തിൽ വന്ന് നിങ്ങളോട് ഏതാനും വാക്കുകൾ പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എന്റെ ജയകുമാറിനെ ഞാൻ പഠിപ്പിച്ചതാണ്. ജോസ് മേരിയെ പോലെ പ്രിയപ്പെട്ട ജയകുമാറിന് അത്യാവശ്യമായ ഔദ്യോഗിക കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. അങ്ങനെ ശിഷ്യൻ തന്ന ഒരു ദക്ഷിണയായിട്ട് ഞാനിതിനെ സ്വീകരിച്ച് നിങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.